എല്ലാവർക്കും നമസ്കാരം. BSc അല്ലെങ്കിൽ MSc പഠിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ PSc പരീക്ഷ അപ്ലൈ ചെയ്യാം നമുക്ക് നോക്കാം. ഒരു ഡിഗ്രി കെമിസ്ട്രി യോഗ്യതയുണ്ടെങ്കിൽ കെമിസ്റ്റ് എന്ന് പറഞ്ഞ പോസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. അത് മിക്കവാറും പല പല ഫാക്ടറീസിലായിരിക്കും മിക്കവാറും ആ പോസ്റ്റ് വരുന്നത്. KMM വിളിക്കുന്ന ഒരു പോസ്റ്റാണ് അനലിസ്റ്റ്. രണ്ട് രീതി വിളിക്കും. ജൂനിയർ അനലിസ്റ്റ് എന്നും വിളിക്കും, ഡയറക്റ്റ് PSc വിളിക്കും. അതല്ലാതെ KMM ഡയറക്റ്റ് ആയിട്ടും വിളിക്കാറുണ്ട്. പിന്നെ KRF അനലിസ്റ്റ് ഉണ്ട്. ആദ്യം പറഞ്ഞ മൂന്നെണ്ണത്തിൻ്റെയും ക്വാളിഫിക്കേഷൻ BSc കെമിസ്ട്രി മതി. പിന്നെ പറയാൻ പോകുന്ന സയന്റിഫിക് ഓഫീസർ ഫോറൻസിക് കെമിസ്ട്രി ഉണ്ട്, സയന്റിഫിക് ഓഫീസർ ഫോറൻസിക് ഡോക്യുമെന്റ്സ് ഉണ്ട്, അതുകൊണ്ട് തന്നെ സയന്റിഫിക് ഓഫീസർ കെമിക്കൽ എക്സാമിനേഷൻ ലബോറട്ടറി ഉണ്ട്, അതുകൊണ്ട് തന്നെ സയന്റിഫിക് അസിസ്റ്റന്റ് ഉണ്ട്. ഈ 4 പോസ്റ്റിനും PG ആണ് ക്വാളിഫിക്കേഷൻ. MSc കെമിസ്ട്രി വേണം. ഈ ഫോറൻസിക്കും അതുകൊണ്ട് തന്നെ കെമിക്കൽ എക്സാമിനേഷൻ ലബോറട്ടറിയുടെ സയന്റിഫിക് ഓഫീസർ എല്ലാവർക്കും അറിയാം. പക്ഷേ സയന്റിഫിക് അസിസ്റ്റന്റ് പോസ്റ്റ് പലർക്കും അറിയത്തില്ല. പത്തോളജി അങ്ങൊരു പോസ്റ്റ് കൊണ്ട് അത് MSc കെമിസ്ട്രിക്കാർക്കും MSc സുവോളജിക്കാർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കും. അടുത്തത് ടെക്നിക്കൽ അസിസ്റ്റന്റ് കെമിക്കൽ എക്സ് ലബോറട്ടറി, ടെക്നിക്കൽ അസിസ്റ്റന്റ് ഡ്രഗ് കൺട്രോൾ, ലബോറട്ടറി അസിസ്റ്റന്റ് ആർക്കിയോളജി. ഈ 3 പോസ്റ്റും ഇതേ കണക്കിന് BSc കെമിസ്ട്രികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പം BScക്കാർക്കും MScക്കാർക്കും ഒരുപാട് പോസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ആദ്യം 10 എണ്ണം പറഞ്ഞു. 10 6 എണ്ണം എന്താണ് BScക്കാർക്കും, 4 എണ്ണം എന്താണ് MScക്കാർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഒരുപാട് സന്തോഷമുള്ള കാര്യം പറയട്ടെ, സയന്റിഫിക് ഓഫീസർ ഫോറൻസിക്, അതുകൊണ്ട് തന്നെ ടെക്നിക്കൽ അസിസ്റ്റന്റ് കെമിക്കൽ ലബോറട്ടറി, ലബോറട്ടറി അസിസ്റ്റന്റ് ആർക്കിയോളജി, ഈ പരീക്ഷയ്ക്കൊക്കെ കേരള PScയിൽ 1ാം റാങ്ക് കിട്ടിയ സ്ഥാപനം മാസ്റ്റർ കെ അക്കാഡമിയാണ്. ഇപ്പൊ കെമിസ്ട്രി ബേസ്ഡുള്ള എല്ലാ പരീക്ഷകൾക്കും, മെജോറിറ്റി പരീക്ഷകൾക്കും ഏറ്റവും കൂടുതൽ റിസൾട്ടുള്ള സ്ഥാപനം മാസ്റ്റർ കെ അക്കാഡമിയാണ്. ഒരു ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ആകെ 30 പേരുണ്ട്, 20 പേര് മാസ്റ്റർ കെ കുട്ടികളായിരിക്കും. ഇപ്പം കെമിസ്ട്രി വന്നു, സയന്റിഫിക് ഓഫീസ് കെമിസ്ട്രി വന്നു, ആകെ 10 പേര്, 1ാം റാങ്ക് ഉൾപ്പെടെ 6 പേര് പഠിച്ചത് മാസ്റ്റർ കെ അക്കാഡമിയിൽ. ഇതേ കണക്കാണ് പല പരീക്ഷകൾക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ കോഴ്സ് പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യാം, മാസ്റ്റർ കെ ജോയിൻ ചെയ്ത് പഠിക്കാൻ സാധിക്കും. നമുക്ക് അടുത്ത് നോക്കാം. സാനിറ്ററി കെമിസ്ട്രി, അതേ കണക്ക് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ BSc കെമിസ്ട്രി മതി. സാനിറ്ററി കെമിസ്ട്രിനും ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ എന്താണ് BSc കെമിസ്ട്രി മതി. അടുത്തത് ഫുഡ് സേഫ്റ്റി ഓഫീസർ MSc കെമിസ്ട്രി വേണം. ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്താണ് MSc കെമിസ്ട്രി വേണം. അതേ കണക്ക് തന്നെ അസിസ്റ്റന്റ് റിസർച്ച് ഓഫീസർ ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷനിലേക്ക്, അതിന് എന്താണ് PG ആണ് വേണ്ടത് കേട്ടോ. അത് ഡയറി ഫാം ഇൻസ്ട്രക്ടർ ഡിഗ്രി മതി, BSc കെമിസ്ട്രി മതി. JSA ജൂനിയർ സയന്റിഫിക് അസിസ്റ്റന്റ് സയന്റിസ്റ്റ്, അവിടെ JSAക്ക് ഡിഗ്രിയും അതേ കണക്ക് അസിസ്റ്റന്റ് സയന്റിസ്റ്റ് PGയും വേണം. അടുത്തത് സെൻട്രൽ ഫുഡ് സേഫ്റ്റി ഓഫീസർ, അതേ കണക്ക് തന്നെ ജൂനിയർ കെമിസ്റ്റ് മൈനിങ് ആൻഡ് ജിയോളജി, അവിടെ PG വേണം. അടുത്തത് സയന്റിഫിക് അസിസ്റ്റന്റ് പത്തോളജി, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. പിന്നെന്താണ് ഫിംഗർ പ്രിന്റ് സർച്ചർ. ഇങ്ങനെ ഏകദേശം 20ഓളം പോസ്റ്റുകൾക്ക് BSc അല്ലെങ്കിൽ MSc യോഗ്യതയുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ എല്ലാത്തിന്റെയും കോഴ്സ് മാസ്റ്റർ കെ അക്കാഡമിയിൽ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക, നന്നായി പഠിക്കുക. താങ്ക്